ഈ ഇടയ്ക്ക് ഒരു ആഫ്രിക്കൻ ഫ്രൂട്ട് വളരെ പോപ്പുലറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മരമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാടുകളിലും ഗാർഡൻസിലും ഒക്കെ കണ്ടുവരുന്ന വാം ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്സിൽ വളരുന്ന, അതായത് നമ്മളുടെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയാണ്. അപ്പോൾ അതിൽ തന്നെ ഘാന, നൈജീരിയ, കോങ്കോയിലൊക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിലും ഇതിൻ്റെ ഒരു സെയിം ക്ലൈമറ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടെയും ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. സിൻസഫാലം ഡൾസിഫിക്കം എന്ന സയൻറ്റിഫിക് നെയിമോട് കൂടിയ സാപ്പോട്ടേസിയ ഫാമിലിയിൽ പെടുന്ന ഒരു ബുഷി ഷ്രബാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ നെയിംസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കേട്ടേക്കുന്ന മിറാക്കിൾ ഫ്രൂട്ട്, മിറാക്കിൾ ബെറി, സ്വീറ്റ് ബെറി, മിറാക്കുലസ് ബെറി, പിന്നെ യൊറുബ എന്ന് പറഞ്ഞുള്ള ഏരിയയിൽ അഗ്ബയുൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ വെസ്റ്റ് ആഫ്രിക്കയിൽ താമി, ആസ, ലദിതി എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോസിഷനിൽ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മിറാക്കുലിനാണ്. അതൊരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂളാണ്. നമ്മുടെ ഈ നെല്ലിക്കൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പതിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് പുളിയുള്ളത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു യുണീക്ക് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറാക്കുലിൻ എന്ന് പറഞ്ഞ കോമ്പണന്റ് ടേസ്റ്റ് ബഡ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് 30 മിനിറ്റ് വരേക്കും എന്ത് സോറുള്ളത് കഴിച്ചാലും, പുളിയുള്ളത് കഴിച്ചാലും അത് ആൾട്ടർ ചെയ്ത്, ആ ടേസ്റ്റ് ആൾട്ടർ ചെയ്ത് അത് മധുരമായിട്ട് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഈ ഫ്രൂട്ടിന് ആസിറ്റീസ് തന്നെ ഒരു സ്വീറ്റ് ആൻഡ് ടാങ്കി ടേസ്റ്റ് ആണ്. പിന്നെ ഇതൊരു ലോ ഷുഗർ കണ്ടന്റ് ഫ്രൂട്ടാണ്. അതായത് നമ്മൾ നാരങ്ങ വെള്ളമോ പുളിയുള്ള എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ ഫ്രൂട്ടോ കഴിക്കണമെങ്കിൽ ഇതിന് മുന്നേ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് ബ്ലഡ് ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്ത് ഡയബറ്റിക് മാനേജ്മെൻറ്റിനും, പിന്നെ അതുപോലെ തന്നെ ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്ത് വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ മെഡിസിനൽ യൂസേജിലേക്ക് വരാം. അപ്പോൾ ട്രഡീഷണൽ ആഫ്രിക്കൻ മെഡിസിൻസിൽ ഈ പ്ലാന്റിൻ്റെ പല പാർട്ടുകളും യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് നെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇലകളാണെങ്കിൽ ബെനിനിലും നൈജീരിയയിലും ഡയബറ്റീസിനും ആസ്മയ്ക്കും പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട്. റൂട്ടാണെങ്കിൽ, അതായത് വേരുകളാണെങ്കിൽ ട്യൂബർകുലോസിസിനും കഫ് റിലീഫിനും പിന്നെ സെക്ഷൽ പൊട്ടൻസി എൻഹാൻസ്മെൻറ്റിനും യൂസ് ചെയ്തു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തൊലി, ബാർക്ക് ആണെങ്കിൽ കോങ്കോയിലും ബെനിനിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും പോസ്ട്രേറ്റ് പരമായിട്ടുള്ള അസുഖങ്ങൾക്ക് യൂസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഒരു പ്ലാന്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ബുഷി എവർഗ്രീൻ ഷ്രബാണ്. ഒരു 1.8 to 4.5 മീറ്റർ, അതായത് ഒരു 6 to 15 ഫീറ്റ് വരെയും പൊക്കം വയ്ക്കുന്ന ഒരു ബുഷാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ബ്രാഞ്ചുകളുടെ അറ്റത്തായിട്ട് ക്ലസ്റ്റർ ചെയ്തേക്കുന്ന ഇലകളാണ്. നല്ല ഗ്ലോസി ഗ്രീൻ ഇലകളാണ് ഇതിനുള്ളത്. പൂക്കളാണെങ്കിൽ ചെറിയ വെള്ള പൂക്കളും മുട്ടുകളുമാണ് ഇതിനുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് വരുമ്പോഴേക്കും നല്ല ഓവൽ ഷേപ്പിൽ, തുടക്കത്തിൽ ഗ്രീൻ ആയിരിക്കും, പിന്നെ യെല്ലോ, ഓറഞ്ച്, നല്ല പഴുത്ത് കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളറിലുള്ള ഫ്രൂട്ടാണുള്ളത്. ഉള്ളിലൊരു വലിയ കുരുവുണ്ട്. ആ കുരുവിന് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമറ്റ് ഒരു വാം ഹ്യൂമിഡ് എൻവയോൺമെൻ്റ് ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഷെയ്ഡോട് കൂടി സൺലൈറ്റാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഫുൾ സൺലൈറ്റും ഇത് ടോളറേറ്റ് ചെയ്യും. ഒരു സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് ഒരു വെൽ ഡ്രെയിൻഡ് അസിഡിക് സോയിലാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ നന്നായിട്ട് വളരെയും കായ്ക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കൻ ട്രഡീഷൻസിൽ ഇത് ലോക്കൽ ഡയറ്റ്സിലൊക്കെ യൂസ് ചെയ്യും, മറ്റേ സോർ ടേസ്റ്റുള്ള ഫുഡിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഇടയിലായിട്ട് ഒരുപാട് കൾണറി എക്സ്പെരിമെൻറ്റ്സിലും പിന്നെ ഒരുപാട് ഫുഡ് ടേസ്റ്റിംഗ് ഇവൻറ്റ്സിലും ഇതിൻ്റെ ഒരു പ്രസൻസ് വന്നിട്ട് ഗ്ലോബലി ഇതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഞങ്ങളിതിപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഫ്രൂട്ട് ജ്യൂസൊക്കെ എടുക്കുമ്പോൾ പഞ്ചസാര പൊതുവെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും മറ്റേ ബെറീസിൻ്റെ ജ്യൂസ് ആണെങ്കിലും അത്യാവശ്യം നല്ല കയ്പും പുളിയും കൂടിയുള്ള ബെറീസിൻ്റെ ജ്യൂസ് ആണെങ്കിലും നാരങ്ങ വെള്ളമൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പഞ്ചസാര ഇടാതെ കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നാവിൽ ഇത് മാക്സിമം തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നാരങ്ങ വെള്ളം എടുത്തേച്ച്, ഇത് നാരങ്ങ വെള്ളമാണ് എടുത്തേച്ച് നമ്മൾ കുടിക്കുമ്പോൾ ഇതിനൊരു നല്ല മധുരം ഇട്ട നാരങ്ങ, നല്ല പഞ്ചസാര ഇട്ട നാരങ്ങയുടെ സെയിം ടേസ്റ്റാണ് കിട്ടുക. ഇതിൻ്റെ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് കഴിച്ച് 30 മിനിറ്റ് നേരത്തേക്ക് പുളിയുള്ള എല്ലാ സാധനത്തിനും മധുരമായിരിക്കും എന്നുള്ളതാണ്. ഇത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഗാർഡനിലേക്ക് ഒരു യൂസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആഡ് ഓൺ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.